ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങി ഇറങ്ങുന്നത്. ഹൗസ് വാമിങ്ങിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. ഫ്രണ്ട് മാത്രമല്ല, ഞങ്ങളുടെ തൊട്ട അയൽവാസിയും കൂടിയാണ്. മാളിക്കുന്നിൽ ഞങ്ങൾ രണ്ടാളുടെയും വീട് തൊട്ടടുത്താണ് കേട്ടോ. ഒരേ മതിലാണ്, അപ്പുറത്തും ഇപ്പുറത്താണ് രണ്ടാളുടെയും വീട്. അപ്പോൾ ഓളുടെ കുടിയിരിക്കലാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പോണത്. ഓള് പുതിയ വീട് വെച്ചിരിക്കുന്നത് ഇവിടെ കോട്ടാപ്പാടത്ത് തന്നെയാണ്. ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി. ഞങ്ങൾ പോണതിൻ്റെ ഇടയ്ക്ക് വഴിയിൽ വെച്ചിട്ട് എൻ്റെ അനിയത്തിയും കൂടി ഞങ്ങളെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ കട തന്നെയുണ്ട് കോട്ടാപ്പാടത്ത്. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ നമ്മളെ കടയിൽ ചെന്നിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആകെ കൺഫ്യൂഷനായി, എന്താ ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുക എന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ ഞങ്ങളൊരു ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണി പോട്ട് ഞാനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അനിയത്തി പിന്നെ പൈസ കൊടുക്കാന്ന് തന്നെ ഓൾ ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഒരുപാട് സാധനം കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ പൈസ കൊടുത്താൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടേ ഓളങ്ങനെ തീരുമാനം എടുത്തത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ ഓളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ഓളുടെ വീട്ടിലേക്ക് എത്തി. ആൾ ഞങ്ങളെ കണ്ടേക്കന്നെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് കുടിക്കാല വെള്ളമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്. ആൾക്കൊരു യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ മുമ്പേ എൻ്റെ ഒരു കല്യാണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വെള്ളം കുടിച്ചും കൂടി ഇരുന്നപ്പോൾ എൻ്റെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ പോന്നിട്ടുണ്ടായിരുന്നില്ല. ഉമ്മാക്ക് മാളികുന്ത വീട്ടിൽ പണിക്കാരും തിരക്കൊക്കെ ആയതുകൊണ്ട് ഉമ്മാക്ക് പോരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങളവിടെ വീടൊക്കെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അല്ലറ ചില്ലറ പണികളല്ലാത്ത എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിനേ ഇല്ല, നാളെ നടക്കുന്ന ഈ സ്ഥലത്ത് ഉയരം കെടുക്കണേ. ഇനി എന്തിനാ ഇറങ്ങി നോക്കണേ? വീടൊക്കെ നടന്ന് കാണേൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിച്ച് വന്നിട്ട് ബാക്കി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കുറുമയും പിന്നെ സാലഡും പുളിയഞ്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരെ പാല് കാച്ചലും മൗലൂദൊക്കെ ഉണ്ടായിരുന്നു. അത് രാവിലെ 10:00 ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ ടൈമിൽ എത്താൻ പറ്റിയില്ല. ഞങ്ങളെത്തിയപ്പോൾ ഇങ്ങനെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് 10:00 എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ എത്തുന്ന ടൈമിൽ എത്തിയാൽ മതിയെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും 12 മണിയൊക്കെ ആകുമ്പോഴേക്കും പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ആക്കം പോലെ പോകുന്നതാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടാണ് കിച്ചണൊക്കെ നടന്ന് കണ്ടത്. കിച്ചണൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിരുന്നു. പിന്നെ വർക്ക് ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീടൊക്കെ എല്ലായിടും ചുറ്റി കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഓളോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും നേരെ പോകുന്നത് മാളിക്കുന്നിക്കായിരുന്നു. അവിടെ ഞങ്ങൾ എല്ലാവരും ഒന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഉറങ്ങി നീച്ചപ്പോൾ ഉമ്മ നല്ല കട്ടൻ ചായയും ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ മാളിക്കുന്ന് തിരിച്ചു പോന്നു. അപ്പോൾ അനിയത്തിക്ക് കോട്ടാപ്പാടത്ത് എത്തിയിട്ട് ഫാൻസിൽ കയറണമെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ ഫാൻസിലും കയറിയിട്ടുണ്ടായിരുന്നു. ഓളെ വലിയ കുട്ടി സ്കൂളിൽ പരിപാടിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾക്ക് വലിയ വളയും മാലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഫാൻസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ വെക്കനിയാ അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടേ അനിയത്തിക്ക് ഒരു ഓട്ടോവും വിളിച്ചു കൊടുത്തിട്ട് ഓളെ ഓട്ടോയിൽ കയറ്റിയിട്ട് ഓളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. ഓളെ വീട് കോട്ടപ്പുറത്താണ്. ഞങ്ങളിവിടെ കോട്ടപ്പാടത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ വേറൊരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.